What's your real name? Rename Abdullah. Abdullah. Yes. നല്ല പേരും വെച്ചിട്ട് Yes, yes. അങ്ങനെ വയറിൽ ചെയ്ത്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം അതിൻ്റെ മോൻ. കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗർക്ക്, അതായത് ജന്ന എന്ന് പറയുന്ന ഒരു ബ്ലോഗർക്ക് ജോർദാൻ പോലെയുള്ള ഒരു രാജ്യത്ത് എത്തിയപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവം അവരൊരു വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കഴിഞ്ഞു എന്ന് വിചാരിക്കും, പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതൊന്നും ആർക്കും മനസ്സിലാവില്ല. ഇതും കൂടെ നിങ്ങൾ അറിയണം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അത്ര സുഖത്തിലല്ല ഗായ്സ്. എനിക്ക് 10 പറയാനുണ്ട്. അതിനു മുമ്പ് ഞാൻ എവിടെയുള്ളതെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാം. ഞാനിപ്പോൾ ഉള്ളത് ജോർദാനിലാണ്. ഇന്നലെയാണ് എത്തിയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. Not 10 then. How can I? Come up here. Good guide with you, really. ബെസ്റ്റാണെന്ന് എനിക്കറിയാമല്ലോ. Your legs here. Then? Your hand here. Please hold this. Yeah. You got to have. Then? شغل فيديو جربه. Where? شغل فيديو اذهب. അങ്ങനെ ഞാൻ എൻ്റെ മണ്ടയ്ക്കിരുന്ന്. Are you coming with me? Yes. Yes. By walk? Huh? By walk? You? No, I ride. Slowly, huh? I'm a little bit afraid. This. Don't worry, I'm with you. It's okay. No. Slowly, huh? Slowly. എൻ്റെ അല്ലാ, എനിക്ക് വയ്യ എൻ്റെ പറ്റി. രണ്ട് കൈ പിടിച്ച് ഞാൻ ഇരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കട്ടയും കൂടെ മടങ്ങും. നോക്കിക്കേ, എൻ്റെ കൈയിൻ്റെ അടപ്പിളകി പിടിച്ചിട്ട് ചെറുതായിട്ട് എന്തോ പെയിന്. ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ നമ്മൾ ഈ കുതിരപ്പുറത്തൊക്കെ പോകുമ്പം നല്ല സുഖമാണ്. കാഴ്ചയൊക്കെ കണ്ടു പോവാൻ ഭയങ്കര രസമല്ലേ കാണാൻ. ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിരിക്കും അല്ലേ. Look, you see there? Monastery behind this mountain, you know? Which one? You see the last mountain there? Yes. Monastery behind it. Oh, okay. Yeehaw! What's your name? Jannah. Dana. Your to name? meet you. Wi-Fi. Who's you connect? Wi-Fi? Wi-Fi. Who's you connect? This is my nickname. Okay. What's your real name? Rename Abdullah. Abdullah. Yes. നല്ല പേരും വെച്ചിട്ട് Yes, yes, yes. അങ്ങനെ വയറിൽ ചെയ്ത്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം അതിൻ്റെ മോൻ. വേറെ വഴിയില്ല എനിക്ക്. പക്ഷേ ഈ ഒരു അവസ്ഥ ആർക്കും കൊടുക്കരുത്. നാട്ടിൽ വല്ലവരിക്കണമെങ്കിൽ ഞാൻ ചെട്ട് പൊളിച്ചാണ്. ഈ വഴി കണ്ടു കഴിഞ്ഞാൽ The side behind you. Look there. Look to the sun. Look. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ്. ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം. ഞാൻ വന്ന വഴി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ.
ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന വഴി ഒരിക്കലും ആരും തിരഞ്ഞെടുക്കരുത്. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും, എസ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട്. എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്താ സംഭവിച്ചെന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അപ്പൊ കരഞ്ഞുകൊണ്ടാണ് അവസാനം അവർ ആ വീഡിയോ വൈറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് യൂട്യൂബർമാര് വിവിധ രാജ്യങ്ങളിൽ പോയി, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, വിവിധ രാജ്യങ്ങളിൽ പോയി അവരുടെ യാത്രാ വിവരണങ്ങളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും കാണാറുമുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇതുപോലെയുള്ള അപകടം പിടിച്ച സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെ മറ്റ് രാജ്യങ്ങളിൽ എത്തുമ്പോൾ അവിടുത്തെ ഉൾനാടൻ പ്രദേശങ്ങളൊക്കെ കാണും. ഉള്ളിലേക്ക് ഒരുപാട് പോകേണ്ട. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾക്ക് വേണ്ട മുൻകരുതലുകൾ നിങ്ങൾ ആദ്യം തന്നെ സ്വീകരിക്കണം. ചിലപ്പോ എന്താ പറയാ, ചില സംവിധാനങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കാം. ചിലപ്പോ ഈ പറയുന്ന എന്തെങ്കിലും ഗൈഡുകളും അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അവരുടെയൊക്കെ ഒരു സേവനം അവിടെയൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരഞ്ഞെടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങളിൽ ചെന്നപ്പെടാൻ സാധ്യത ഏറെയാണ്.